2 കിലോ മാങ്ങയാണ്. നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയായിട്ട് തുള്ളി വെള്ളം പോലും ഇല്ലാതെ നമ്മൾ മാങ്ങ എടുത്ത് അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ആഡ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെച്ചേക്കാം. എന്തിനാന്ന് പറയാമോ? മാങ്ങയുടെ വെള്ളം ഊറി വരണം. തുള്ളി വെള്ളം പോലും തുടരുത്. മാങ്ങയിൽ തന്നെ ഉണ്ടാകുന്ന വെള്ളം ഊറി വരും. കുറച്ച് സമയം കൂടി ഇരിക്കട്ടെ. ഇളപ്പത്ത് വെച്ച് കടുകിടാണ് പൊട്ടാൻ. 3 ടേബിൾ സ്പൂൺ കടുകിട്ടു. നന്നായിട്ട് കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇഞ്ചി പച്ചമുളകും പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതിട്ട് ഇഞ്ചി പച്ചമുളക് പൊടിച്ചു വെക്കുന്നത് കറിവേപ്പില കുറച്ചിട്ട് വഴറ്റിയെടുക്കുക. പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കുക. ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ലോണം വഴന്ന് വെച്ചിട്ടുണ്ട്. കായം പൊടി, കായം കായപ്പൊടി,
കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് ഇനി നമുക്ക് ഒരുപാട് നേരം ഇത് അടപ്പത്ത് വെച്ചേക്കരുത്. സ്റ്റൗ ഓഫ് ചെയ്യണം. മാങ്ങ വേവാൻ പാടില്ല. പതുക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്യുന്നു. അത് നമ്മുടെ നാടൻ മാങ്ങ അച്ചാറ് തന്നെ എന്നുള്ള നല്ല വെള്ളം ആവുകയും ചെയ്യും. ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭരണിയിലാക്കി പച്ച എണ്ണയിൽ നല്ലൊരു കഷ്ണം വൈറ്റ് തുണി നനച്ച് എണ്ണയിൽ നനച്ചിട്ട് ഭരണിയുടെ മുകളിലിടാം. അച്ചാറിന്റെ മുകൾ ഭാഗത്തിട്ട് മൂപ്പല് വരാൻ സാധ്യത ഉണ്ടാവില്ല. എത്ര നാള് വെച്ചിരുന്നാലും